ജലദോഷവും മൂക്കടപ്പൊക്കെയാണ്. അപ്പോ സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? മുകളിൽ കാണില്ലേ ഒരു തെമ്മാടി. ആ തെമ്മാടിയുടെ ജാതിയിൽപ്പെട്ടവരൊക്കെ തന്നെ ആ തെമ്മാടിയോട് വെറുപ്പാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, സഹിക്കാൻ പറ്റുന്നതൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. കേട്ട് നോക്കാം. വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്നവരാരായാലും ശരി കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. വെള്ളാപ്പള്ളി നടേശന്റെ ദിനങ്ങൾ നിയമപരമായി എണ്ണപ്പെട്ടു. ഇന്ന് ദൈവമായി ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ മോചകനായ ശ്രീനാരായണ ഗുരുദേവൻ 28 വർഷക്കാലം ഉപയോഗിച്ച കസേര ഈ തെമ്മാടിയായ വെള്ളാപ്പള്ളി നടേശന്റെ കാപട്യം കൊണ്ടും കൊള്ള കൊണ്ടും ജപ്തിയിലേക്ക് എത്തി എന്ന് പറയുമ്പോ എത്രമാത്രം ഗുരുതരമാണ് ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്വന്തം ജാതിയിൽപ്പെട്ടവരുടെ മുന്നിൽ തന്നെ 10 പൈസന്റെ വിലയില്ലാത്ത ഒരു വിഷപ്പാമ്പാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ വിഷപ്പാമ്പ്. മിസ്റ്റർ വെള്ളാപ്പള്ളി, നിന്റെ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ ഒരു 10 പൈസന്റെ വില ഉണ്ടാക്കി കാട്ടടാ പുല്ലേ. എന്നിട്ട് നീ ഇസ്ലാം മതത്തിന്റെ പേരെടുക്കാൻ പാ. ഇപ്പൊ നീ അതിനായിട്ടില്ല. എട്ടടാ വെള്ളാപ്പള്ളി, തൽക്കാലം നിനക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ ഭ്രാന്തൻ ഭ്രാന്തൻ.